ഞാൻ രമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യാനായ നൽപത് കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ശിവചേട്ടാ, ഹായ് ശിബോട്ടോ. ഹായ് ഹായ്. ഞാൻ ഓർത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ലേ. ഓക്കെ. നമ്മൾ എവിടെ നിർത്തിയത് കഴിഞ്ഞ പ്രാവശ്യം? നമ്മൾ നിർത്തിയത് ഓ അങ്ങ് പോന്ന് 21. ഒരു സെക്കൻഡ് കേട്ടോ, തെറ്റിപ്പോയി പേജേ. ഒരു സെക്കൻഡ്, ഞാൻ പെട്ടെന്ന് കൈ തട്ടിയ പേജ് മാറിപ്പോയി. അതാ 22, 23. ഓക്കെ. അപ്പോൾ നമ്മള് ആദ്യ ഫാമിലി ഗ്രൂപ്പ് ആരംഭിച്ചത് അതിനെ കുറിച്ചാണ് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അതായത് ഏതായാലും ആൻ ലൂയിസ്, കാറ്റി എന്നിവർ പണ്ടേ നട്ടുവളർത്തിയ ആശയങ്ങൾ നൂറുകണക്കിന് അലനോൺ കുടുംബ ഗ്രൂപ്പുകളായി വളർന്നു. സമീപ വർഷങ്ങളിൽ മുഴുവൻ എ എൽ ചിത്രത്തിലെ ഏറ്റവും പ്രോത്സാഹനജനകമായ വികസനങ്ങളിൽ ഒന്നാണ് ഇത്. ആനിയും ലൂയിസും കാത്തിയും വളരെ മുമ്പ് തന്നെ പാകിയ ആശയങ്ങളാണ് ഇന്ന് നൂറുകണക്കിന് അലനോൺ ഫാമിലി ഗ്രൂപ്പുകളായി പൂവണിഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ ആശാവഹമായ ഒരു ചിത്രമാണിത് എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. പേജ് നമ്പർ 24 കംസ് ഓഫ് ഏജ് ആണ്. നമുക്കറിയാം, എയുടെ ഒരു ചരിത്രം പറയുന്ന പുസ്തകമാണ്. എങ്ങനെയാണ് ലോകം മുഴുവൻ വ്യാപിച്ചതെന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. എയുടെ അംഗീകൃത സാഹിത്യങ്ങളാണ് ആൽക്കോളിസമസിന്റെ ബുക്കും കംസ് ഓഫ് ഏജും, ഡോക്ടർ ബോബ് ഗുഡ് ഓൾ ടൈമേഴ്സ്, പാസ് ഇറ്റ് ഓൺ, ഇതെല്ലാം 5 ബുക്കുകളോളം ഉണ്ട്. അതെല്ലാം എയുടെ അംഗീകൃത ബുക്കുകളാണ്. നമുക്കപ്പോ അകത്തേക്ക് പോവാം. പേജ് നമ്പർ 24. Another early traveler was Archie T. He had been tenderly nursed back to sobriety in the home of Dr. Bob and Annie at Akron. Still sick, frail, and frightened, he returned to his native city, Detroit, the scene of his downfall, where his personal reputation and financial credit still stood at zero. We saw Archie make amends everywhere he could. We saw him delivering dry cleaning out of a broken down jalopy to the back doors of his one-time fashionable friends in Grosse Pointe. We saw him, helped by a dedicated non-alcoholic Sarah Kaelin, start a group that met in her basement. Archie and Sarah next straightened out a man named Mike, a manufacturer, and a socialist lady named Annie came. These were the ones from whom steamed Detroit's huge membership of later years. Then there was later years. അത് ആ ഭാഗം വായിക്കാം. മറ്റൊരു സഞ്ചാരിയായിരുന്ന ആർച്ചി ടി അക്രോണിൽ ഡോക്ടർ ബോബിന്റെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം സുബോധത്തിലേക്ക് തിരിച്ചു വന്നത്. അവനൊരു അസുഖക്കാരനും വളരെ ലോലനും ഭീരുവുമായ അദ്ദേഹം തൻ്റെ നഗരമായ ഡെട്രോയിറ്റിലേക്ക് മടങ്ങി വന്നു. തൻ്റെ പേരും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ട സ്ഥലം ആയിരുന്നു ഡെട്രോയിറ്റ്. ആർച്ചി സാധിക്കുന്നിടത്തോളം പരിഹാരം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ഗ്രോ പോയിന്റിൽ ഒരിക്കൽ തൻ്റെ സുഹൃത്തുക്കളായിരുന്നവർക്ക് ഡ്രൈ ക്ലീൻ ചെയ്ത വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഒരിക്കൽ അദ്ദേഹം മദ്യാസക്തനല്ലാത്ത സാറാ ക്ലെയിനുമായി ചേർന്നൊരു ഗ്രൂപ്പ് ആരംഭിക്കുകയും ഉൽപാദകനായ മൈക്കിനെയും സാമൂഹ്യ പ്രവർത്തകയായ ആനിക്കെയും നേരെയാക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. ഇവരൊക്കെയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ വൻ അംഗസംഖ്യകൾക്ക് കാരണമായത്. Then there was Larry J., a newspaperman who had barely escaped death by disease and exhaustion. Despite a lung ailment that required him to spend much time in an oxygen tent, he courageously set out from Cleveland to Houston, Texas, and on the train he experienced a spiritual awakening that made him feel, as he said, all in one piece again. On his arrival in Houston, Larry wrote a series of pieces for the Houston press that attracted the attention of the townsmen
and their Bishop Quinn. And this finally, had, after heartbreaking setbacks, the first group in Texas emerged. Larry's first good prospects were salesman Ed, who was to carry the message to Austin. Army Sergeant Roy, who made the start at Tampa, Florida, and who later helped greatly in Los Angeles, and one Esther who presently moved to Dallas, where with the characteristics, enthusiasm, and energy, she founded AA in the town and became dean of all the Alki ladies in the astonishing state of Texas. അടുത്തത് ലാറി ജെയെ കുറിച്ചാണ്. ലാറി ജെ കഷ്ടിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പത്രപ്രവർത്തകനായിരുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം ഓക്സിജനുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ നടത്തം. ക്ലേവ്ലാൻഡ് മുതൽ ഹ്യൂസ്റ്റൺ വരെ ലാറിയുടെ യാത്രയായിരുന്നു. ആ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഒരു ആത്മീയ ഉണർവുണ്ടായി. വീണ്ടും എല്ലാം ഒന്നു ചേർന്നിരിക്കുന്നു, അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ലാറി ഹ്യൂസ്റ്റണിൽ മടങ്ങിയെത്തിയതിനു ശേഷം തുടർച്ചയായി ഹ്യൂസ്റ്റൺ പ്രസിൽ ലേഖനങ്ങൾ എഴുതി തുടങ്ങി. നഗര വാസനകളെയും അവരുടെ ബിഷപ്പ് കെന്റിനെയും ആകർഷിച്ചു. അവസാനം ആദ്യത്തെ ഗ്രൂപ്പ് ഈ ലേഖനങ്ങൾ തുടർന്ന് അവസാനം ആദ്യത്തെ ഗ്രൂപ്പ് ടെക്സസിൽ ആരംഭിച്ചു. ലാറിയുടെ ആദ്യത്തെ ആളുകൾ വിൽപ്പനക്കാരായിരുന്നു. എഡ് ആയിരുന്നു അദ്ദേഹമാണ് പട്ടാളക്കാരനായ ഓസ്റ്റിന് സന്ദേശം നൽകിയത്. ഓസ്റ്റിൻ ആണ് താമ്പയിലും ഫ്ലോറിഡയിലും തുടക്കം നൽകിയത്. ലോസ് ആഞ്ചലസിൽ എസ്തറിനെ സഹായിച്ചു. അവർ ഡാലസിലേക്ക് താമസം മാറ്റി. അവരുടെ ആവേശം ഡാലസിൽ എ ഗ്രൂപ്പ് ആരംഭിക്കാനും മദ്യാസക്തകളുടെ പ്രധാന ഉപദേശകയാകാനും ഇടയാക്കി. Meanwhile, Cleveland AA had sobered up Rolly H., a famous athlete. Newspaper stories about this event were sensational, and they brought it in many new prospectors. Nevertheless, this development was one of the first to arouse deep concern about our personal anonymity at the top public level. അതേസമയം ക്ലേവ്ലാൻഡ് റോളി എച്ച് എന്ന കായിക താരം സുബോധവാനായി. പത്രങ്ങൾ അത് കൊട്ടിഘോഷിച്ചു. വളരെ പേർ എയിൽ വന്നു. എന്തു തന്നെയായാലും വ്യക്തിപരമായ അനാമധേയത്വം എന്ന ആശയം കൂടുതൽ ഗൗരവത്തിൽ കാണാൻ ഇത് ഇടയാക്കി. Still another famous early itinerant was Irvin M., a Cleveland AA who had become a champion salesman of Venetian blinds of department stores in the deep south. He used a territory bounded by Atlanta and Jacksonville on one side and Indianapolis, Birmingham, and New Orleans on the other. Irvin weighed 250 pounds and was full of energy and gusto. The prospectus of Irvin was a missionary, scared us rather badly. At the New York headquarters, we had on file a long list of toppers in many a southern city and town, people who had not been personally visited. Irvin had long since broken all the rules of caution and a discreet approach to newcomers. So it was with reluctance that we gave him the list. Then we waited, but not for long. Irvin ran them down, every single one, with his home crashing tornado techniques, day and night. Besides, he wrote letters to his prospectors and got them to writing each other. മറ്റൊരു പ്രസിദ്ധനായ സഞ്ചാരിയായിരുന്നു ക്ലീവ്ലാൻഡ് എയിലെ ഇർവിനം. തെക്കേ അറ്റത്ത് വെനീഷ്യൻ ബ്ലൈൻഡുകൾ വിൽക്കുന്ന മിടുക്കനായ ഒരു വിൽപ്പനക്കാരനായിരുന്നു അദ്ദേഹം. അറ്റ്ലാന്റ മുതൽ ജാക്സൺവില്ല വരെയും മറുവശത്ത് ഇന്ത്യാനാപോളിസും ബർമിംഗ്ഹാമും ന്യൂ ഓർലിൻസും അദ്ദേഹത്തിന്റെ പരിധിയിൽപ്പെട്ടിരുന്നു. ഇർവിൻ 250 പൗണ്ട് തൂക്കമുള്ള ഉത്സാഹിയും ആവേശഭരിതനുമായിരുന്നു. തെക്കൻ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഒരിക്കലും നേരിട്ട് സന്ദർശിച്ചിട്ടില്ലാത്തവരുടെ ഒരു നീണ്ട പട്ടിക ന്യൂയോർക്കിലെ ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു. കുറെ കൊല്ലമായി മുൻകരുതലുകൾ എടുക്കാത്ത, വകതിരിവില്ലാത്ത സമീപനമാണ് ഇർവിൻ പുതുമക്കാരിൽ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മടിച്ചാണ് ഞങ്ങൾ ലിസ്റ്റ് ഇർവിന് കൈമാറിയത്. ഞങ്ങൾ കാത്തിരുന്നു. അധികം വേണ്ടി വന്നില്ല. ഒരു കൊടുങ്കാറ്റ് പോലെ ഇർവിൻ ഓരോരുത്തരെയും പോയി കണ്ടു. രാപകലില്ലാതെ അദ്ദേഹം കത്തുകൾ അയച്ചു. അവർ പരസ്പരം കത്തുകൾ അയച്ചു തുടങ്ങി. Stunned but happy Southerns began to send their thanks to headquarters. As Irvin himself reported, many a first family of the South had been an easy pushover. He had cracked the territory wide open and had started to or stimulated many on
ആൻ ഒറിജിനൽ ഗ്രൂപ്പ്. തക്കർ സന്തോഷത്തോടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നന്ദി അറിയിച്ചു. ഇർവിൻ തന്നെ ഈ കാര്യങ്ങൾ ഞങ്ങളെ അറിയിച്ചു. തെക്കുള്ള പല കുടുംബങ്ങളും സഹായിക്കുന്നുണ്ട്. അതിരുകൾ മലർക്കെ തുറന്ന് യഥാർത്ഥ ഗ്രൂപ്പുകൾ തുടങ്ങുവാനും അല്ലെങ്കിൽ പ്രചോദനമാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. Still thinking of the South, we remembered the Richmond AAs who believed in getting away from wives and drinking only beer, but who become more orthodox through the ministerians of the Virginia Square, Jack W. and certain AA travelers. We thought too of the Jersey boiler inspector, the tireless Dave R., who had descended upon Charlotte, North Carolina, and of Fred K., another Jersey man, who set the AA ferment going in Miami, and of super promoter Bruce H., who working in Jacksonville and its environs was the first to use radio to carry the message. തെക്കിനെ കുറിച്ച് വീണ്ടും ഓർമ്മിക്കുമ്പോൾ ഭാര്യമാരിൽ നിന്നും ഒളിച്ച് ഭാര്യയിൽ നിന്ന് ഒളിച്ച് ബിയർ മാത്രം കുടിക്കുന്ന റിച്ച്മോണ്ടിലെ ഏക്കാരെ കുറിച്ച് still thinking of the South who believed in getting away from wives and drinking. അപ്പോൾ ഭാര്യമാരിൽ നിന്ന് ഒളിച്ച് ബിയർ മാത്രം കുടിക്കുന്ന റിച്ച്മോണ്ടിലെ ഏക്കാരെ കുറിച്ച്, എന്നാൽ വെർജീനിയ സ്ക്വയർ, ജാക്ക് ഡബ്ല്യു എന്നിവിടങ്ങളിലെ ചില യാത്രക്കാർ ശുശ്രൂഷകളിലൂടെ കൂടുതൽ യാഥാസ്ഥിതികരായി. ആദ്യകാലത്ത് സന്ദേശവാഹകരായത് നോർത്ത് കരോലിനയിൽ നിന്ന് എത്തിയ ബോയിലർ ഇൻസ്പെക്ടർ ഡവ് ആറും ജേഴ്സിക്കാരനായ ഫ്രെഡ് ആർ ഇവർ മിയാമിയിലും എത്തുമായിരുന്നു. ജാക്സൺ വില്ലയിൽ താമസിക്കുന്ന ബ്രേസ് എച്ച് ആയിരുന്നു മറ്റൊരു പ്രധാന സഹായി. അദ്ദേഹമാണ് സന്ദേശം കൈമാറാൻ ആദ്യമായി റേഡിയോ ഉപയോഗിച്ചത്. Shortly after the beginning of AA in Atlanta, that shaky group was sparked by the appearance of Sam, a high-powered Yankee preacher, temporarily minus frock and salary. Sam spoke with a great effect from both pulpit and AA platform. He created a sort of Chaudhakya brand of AA, which was mildly deprecated by some members but cheered on by others. Sam has since passed away, but his work is remembered gratefully. അറ്റ്ലാന്റയിലെ എ ഗ്രൂപ്പ് രൂപീകരണത്തെ തുടർന്ന് ആടിയൊലിഞ്ഞ ഗ്രൂപ്പിലേക്ക് ശമ്പളവും സഭാവസ്ത്രവും നൽകാലം നഷ്ടപ്പെട്ട കരുത്തനായ ഒരു യാങ്കിയായ സാം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം എയിലും ദേവാലയങ്ങളിലും ഉച്ചരം പ്രഭാഷണങ്ങൾ നടത്തി. അദ്ദേഹം ഒരുതരം പഠന കേന്ദ്രങ്ങൾ പോലുള്ള കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ചില അംഗങ്ങൾ മൃദുവായി പ്രതിഷേധിച്ചു, ചിലർക്കാകട്ടെ വലിയ ഉത്സാഹം തോന്നി. Many more of these early people and early stories came flooding back to mind as we in St. Louis continued to review the history of AA's growth. We remembered the excitement of the formation of the first AA group solely by mail in Little Rock, Arkansas, the first Canadian group in Toronto, and soon after those in Windsor and Vancouver, then BC, the first beginning in Australia and Hawaii, creating a pattern later followed in some 70 foreign lands and US possessions. The affecting tale of the little Norwegian from Greenwich, Connecticut, who had sold all he had to go to Oslo to help his brother and thus started the group there. The Alaskan group that had taken shape because a prospector out in the wilds found an book in an old oil drum. The Atta Alkis, who dried up in AA and struck uranium in the process. The spread of AA to South Africa, Mexico, Puerto Rico, South America, England, Scotland, Ireland, France, and Holland, and then to Japan, and even Greenland and Iceland. The story of a Captain Jack in a Standard Oil tanker spreading AA as he sailed. In such happy reminiscences, we at St. Louis reviewed AA's crossing of the barriers of distance, race, creed, and tongue, and saw our fellowship reaching to the four corners of the earth. അപ്പം സാം കടന്നുപോയിരിക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നന്ദിപൂർവ്വം ഓർമ്മിക്കപ്പെടും.
നാം സെന്റ് ലൂയിസിൽ എയുടെ ചരിത്രം അവലോകനം ചെയ്യുമ്പോൾ ആദ്യകാല അംഗങ്ങളും ആദ്യകാല കഥകളും ഓർമ്മയിലേക്ക് ഒഴുകിയെത്തുന്നു. നാം കത്തുകളിലൂടെ ലിറ്റിൽ റോക്സിനെയും ആർക്കൻസസിലും ഗ്രൂപ്പുകൾ ആരംഭിച്ചതിന്റെ ആവേശം ഇപ്പോഴും ഓർമ്മിക്കുന്നു. ടൊറന്റോയിൽ ആദ്യ കനേഡിയൻ ഗ്രൂപ്പ് ഉണ്ടായതും ഓസ്ട്രേലിയയിലും ഹവായിലും വാൻകൂവറിലും BC-യിലും വിൻസറിലും ഗ്രൂപ്പുകൾ ആരംഭിച്ചതും 70 വിദേശ രാജ്യങ്ങളിൽ ഇത് തുടർന്നതും ഗ്രീൻവിച്ചിൽ നിന്നുള്ള നോർവീജിയക്കാരൻ എല്ലാം വിറ്റ് സഹോദരനെ സഹായിക്കാൻ ഓസ്ലോയിലേക്ക് പോയതും അവിടെ അങ്ങനെ ഗ്രൂപ്പ് തുടങ്ങിയതും വനാന്തരങ്ങളിൽ അലഞ്ഞു നടന്ന ഒരു ഭാഗ്യാന്വേഷിക്ക് പഴയ ഒരു ഡ്രമ്മിൽ കിടന്ന് ഒരു AAയുടെ ബുക്ക് കിട്ടിയതും അലാസ്കയിൽ ഗ്രൂപ്പ് തുടങ്ങിയതും ഉറ്റാഹിലെ കുടിയന്മാർ എയിലൂടെ കുടി നിർത്തിയതും യുറേനിയം കണ്ടെത്തിയതും ദക്ഷിണാഫ്രിക്കയിലേക്ക് വ്യാപിക്കുന്നതും മെക്സിക്കോ, പോർട്ടിക്കോ, സൗത്ത് അമേരിക്ക, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഫ്രാൻസ്, പോളണ്ട്, പിന്നെ ജപ്പാനിലേക്കും അവസാനം ഗ്രീൻലാൻഡിലേക്കും ഐസ്ലാൻഡ് എന്നിവിടങ്ങളിലേക്കും ഒരു സാധാരണ എണ്ണക്കപ്പലിൽ യാത്ര ചെയ്ത ക്യാപ്റ്റൻ ജാക്ക് പോയ വഴിയെല്ലാം എയെ പ്രചരിപ്പിക്കുന്നതും നാം ഇവിടെ സെന്റ് ലൂയിസിൽ ആഹ്ലാദത്തോടെ സംസ്മരിക്കുന്നു. എല്ലാ അതിർവരമ്പുകളും ഭേദിക്കുന്നു. ദൂരവും വർഗവും ഭാഷയും കടന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും അത് വ്യാപിച്ചിരിക്കുന്നു. This tales brought Lewis and me wonderful recollections of our 6 weeks journeys abroad in 1950. ഈ കഥകൾ ലൂയിസിനും എനിക്കും 1950-ലെ 6 ആഴ്ചത്തെ വിദേശ യാത്രയുടെ അത്ഭുതകരമായ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരുന്നു. You could remember the heated arguments between the Swedish of Stockholm and the Swedish of Gothenburg over whether AA should be based on Stockholm 7 steps or America's 12. We recalled meeting the founder of the wonderful group in Helsinki, Finland. We could still see the Danes at Copenhagen as their ring. Wondered whether AA or Andabuse was their answer. We remembered Henk Crowell, in whose home we were guests while in Holland. Henk, a social worker and a non-alcoholic, was engaged by the city of Amsterdam to see what he could do for the drunks there. He had been able to do very little until one day he ran across AA's 12 steps. Translating them into Dutch, he handed them to some of his charges. To his astonishment, several tough cases went dry, and by the time we arrived, he could show us plenty more. AA was solid in the Netherlands and well on its way. Our great friend Henk Crowell has since become one of Europe's leading authorities on the total alcohol problem. അപ്പൊ ഈ കഥകൾ ലൂയിസിനും എനിക്കും 1950-ലെ 6 ആഴ്ചത്തെ വിദേശയാത്രയുടെ അത്ഭുതകരമായ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്നു. സ്റ്റോക്ക്ഹോമിലെയും ഗോട്ട്ബോർഗിലെയും സ്വീഡൻകാർമാർ തമ്മിൽ നടന്ന ചൂടേറിയ വാദപ്രതിവാദം ഞങ്ങൾ ഓർമ്മിക്കുന്നു. അമേരിക്കയിലെ 12 പടി വേണോ അതോ സ്റ്റോക്ക്ഹോമിലെ 7 പടി മതിയോ? അതായിരുന്നു അവർക്കിടയിലെ തർക്കം. ഫിൻലാൻഡ് ഹെൽസിങ്കിയുടെ ഗ്രൂപ്പിന്റെ സ്ഥാപനെ കണ്ടതോർക്കുന്നു. പോളണ്ടിൽ ഹെങ്ക് ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, മധ്യസ്ഥനായിരുന്നില്ല. ആംസ്റ്റർഡാമിലെ മധ്യസ്ഥർക്കായി എന്താണ് ചെയ്യേണ്ടത് എന്നവർ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. ഒരിക്കൽ എയുടെ 12 പടികളിലൂടെ കടന്നു പോകുന്നതുവരെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവർ ഡച്ചിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ ചില കക്ഷികളെ അവ ഏൽപ്പിച്ചു. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ധാരാളം കടുത്ത കേസുകൾ മദ്യവിമുക്തരായി. ഞങ്ങൾ ചെന്നപ്പോൾ അത്തരം ധാരാളം പേരെ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. നെതർലൻഡിൽ സുദൃഢമായിരിക്കുന്നു, അത് അതിന്റെ വഴിക്ക് പോയിക്കോളും. നമ്മുടെ മഹാനായ സുഹൃത്ത് ഹെങ്ക് ക്രോവിൽ യൂറോപ്പിന്റെ വിഷയത്തിന്റെ മുൻനിര വിദഗ്ധനായി മാറിയിരിക്കുന്നു. പാരീസിൽ ഞങ്ങൾ കണ്ടത് അമേരിക്കൻ എക്കാർ യാത്രക്കാരനായ എക്കാർക്ക് സ്വീകരണ കമ്മിറ്റിക്കാരായി പ്രവർത്തിക്കുന്നതാണ്. ചിലർ സുബോധവാന്മാരാണ്, ചിലർക്ക് സുബോധമില്ല. വലിയ കുഴപ്പത്തിലാണ്. പാരീസിലെ ഫ്രഞ്ചുകാർ ഇപ്പോഴും എയോട് ഒരു തരം നാണമാണ്. വൈൻ മദ്യമല്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അത് കഴിക്കുന്നതിനെ അവർ ന്യായീകരിക്കുന്നു. In Paris, we found several scattered American AIs who acted
mostly as a reception committee for AA travelers, some dry and some in deep trouble. The Frenchmen at Paris were still pretty shy about AA, and they were possessed of the wonderful rationalism that wine was not liquor at all, and was therefore quite harmless. അപ്പോൾ വൈനും കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ചെയ്യുന്നിരുന്നില്ല എന്നാണ്. വലിയ കുഴപ്പത്തിലാണ്. പാരീസിലെ ഫ്രഞ്ചുകാർ ഇപ്പോഴും എയുടെ ഒരു തരം നാണമാണ്. വൈൻ മദ്യമല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അത് കഴിക്കുന്നതിന് അവർ ന്യായീകരിക്കുന്നു. കാരണം അത് ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അടുത്ത ഭാഗം, ഇൻ ലണ്ടൻ ആൻഡ് ലിവർപൂൾ വി മെറ്റ് മെനി വെരി അനോണിമസ് ഇംഗ്ലീഷ്മെൻ. ഇൻ ദോസ് ഡേയ്സ് ദർ മീറ്റിംഗ്സ് ഹാഡ് എ ഡെഫിനിറ്റ് പാർലമെന്ററി അറ്റ്മോസ്ഫിയർ, ഇൻക്ലൂഡിംഗ് എ ഗേവൽ വിച്ച് വാസ് സ്റ്റക്ക് at appropriate moments. Of course, the Irish AA was everything we expected and more. The south of Ireland AAs at Dublin were on a most genial basis with the North Irelanders at Belfast, despite an occasional burst of rock throwing among their comrades in the streets. We watched as the seats of AA pushed up their sports in Scotland, and when we encountered Scottish hospitality, we knew for sure that the Scotsman is neither penurious nor door. പിൻ ലണ്ടൻ. അപ്പോൾ ലണ്ടനിലും ലിവർപൂളിലും അതീവ അജ്ഞാതരായ ഇംഗ്ലീഷുകാരെയാണ് ഞങ്ങൾ കണ്ടത്. അക്കാലത്ത് പാർലമെന്റ് യോഗം പോലെയാണ് അവർ മീറ്റിങ്ങുകൾ നടത്തിയത്. ഇടയ്ക്കിടയ്ക്ക് മുട്ടാൻ ചുറ്റിക ഉണ്ടായിരുന്നു. ഐറിഷ് തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നന്നായിരുന്നു. ഡബ്ലിനിലെ സൗത്ത് ഓഫ് അയർലൻഡ് ഏക്കാർ വളരെ സൗമ്യ മനസ്സുള്ളവരായിരുന്നു. സ്വന്തം നാട്ടുകാരായ ബെൽഫാസ്റ്റിലെ നോർത്ത് അയർലൻഡുകാർ ഒരിക്കൽ തെരുവിൽ കല്ലടഞ്ഞെങ്കിൽ പോലും സ്കോട്ട്ലൻഡിലെ ഏയുടെ വിത്തുകൾ വീണ് മുളച്ചു വരുന്നത് ഞങ്ങൾ കണ്ടു. അവരുടെ സ്കോട്ടിഷ് ആതിഥ്യ മര്യാദ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവർ ഗതികെട്ടവരല്ല, വാശിക്കാരുമല്ല. And when we encountered Scottish society, we knew for sure that a Scotsman is neither penurious nor door. To Louis and me, this overseas experience was like turning the clock back to early times at home. Depending on their stage of progress, the foreign groups of that day were either flying blind, were hopefully pioneering, or had reached the fearsome and sometimes quarrelsome state of adolescence. They were enacting of all of our American experience of 15, 10, and 5 years before. We returned home with the sure convictions that that nothing could stop their progress, that they could surmount all barriers of social caste or language. In the 7 years since our 1950 visit, the AA achievement overseas has far exceeded our highest hopes. എനിക്കും ലൂയിസിനും ഈ വിദേശയാത്ര ഞങ്ങളുടെ സ്വന്തം വീട്ടിലെ ക്ലോക്ക് പഴയ കാലത്തേക്ക് തിരിച്ചു വെച്ചതുപോലെ തോന്നിച്ചു. പുരോഗതിയുടെ ഘട്ടത്തിൽ വിദേശ ഗ്രൂപ്പുകൾ ഒന്നുകിൽ അന്ധമായി പറക്കുകയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷാനിർഭരമായി മുന്നോട്ട് പോകുന്നു, അഥവാ കൗമാരകാലത്തിന്റെ ഭീകരാവസ്ഥയിലാണ്. അവർ 15, 10, 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അമേരിക്കൻ അനുഭവങ്ങളെ പുനർനിർമ്മിക്കുകയാണ്. അവരുടെ പുരോഗതിയെ ഒന്നിനും തടയാനാകില്ലെന്നും സാമൂഹികവും വർഗപരവും ഭാഷാപരവുമായ എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുമെന്നും ഉറപ്പാക്കി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. 1950 ഞങ്ങളുടെ സന്ദർശനം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും കടത്തിവെട്ടിയ പുരോഗതി വിദേശ രാജ്യങ്ങളിൽ ഏക്കുണ്ടായി. I have saved our Norwegian impressions for the final part of this boring account, because the story of the beginning there is a classic. It all started in Greenwich, Connecticut, in a coffee shop owned by a quite little Norwegian and his devoted wife. The Greenwich group had lifted him to sobriety, and his shop had become a popular rendezvous for them. ഞങ്ങളുടെ വിദേശയാത്രയുടെ നോർവീജിയൻ പതിപ്പ് ഞാൻ അവസാന ഭാഗത്ത് തുറക്കുകയാണ്. കാരണം അതിന്റെ തുടക്കം അത്രമാത്രം ഉത്കൃഷ്ടമാണ്. കണക്റ്റിക്കറ്റിലെ ഗ്രീൻവിച്ചിലെ ഒരു ചായക്കട ഉടമയിലാണ് അത് തുടങ്ങുന്നത്. ഒരു കുള്ളൻ ഗ്രീൻവിച്ചുകാരൻ, അയാളുടെ ത്യാഗിനിയായ ഭാര്യയും. ഗ്രീൻവിച്ച് ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ സുബോധവാനാക്കി. അദ്ദേഹത്തിന്റെ കട അവർക്ക് ഒരു സങ്കേതമായി മാറി. ദ ലിറ്റിൽ നോർവീജിയൻ ഇൻ ഫ്രം ആൽക്കോൾ ബിവൻ ബൈ, അപ്പോൾ അവർക്കൊരു സങ്കേതമായി മാറി.
He soon received an excited and pleading letter telling him of the awful plight of his brother, a typesetter on an Oslo newspaper. The brother, his relative said, was not long for his job and maybe not long for this world. What could be done? കുള്ളൻ നോർവേക്കാരൻ 20 വർഷമായി വീട്ടിലേക്ക് ഒന്നും കത്തെഴുതിയിട്ടില്ല. യഥാർത്ഥത്തിൽ അയാൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. അയാൾ തന്റെ സ്വന്തക്കാരെ വിളിച്ചു വരുത്തി എങ്ങനെയാണ് താൻ മദ്യാസക്തിയിൽ നിന്നും എയിലൂടെ മോചിതനായെന്ന് അവരോട് പറഞ്ഞു. ഉടനെ അയാൾക്കൊരു കത്ത് കിട്ടി. ഓസ്ലോയിൽ ഒരു ന്യൂസ് പേപ്പറിൽ ടൈപ്പിസ്റ്റായ തന്റെ സഹോദരന്റെ ഭയാനകമായ കഷ്ടാവസ്ഥയെക്കുറിച്ചായിരുന്നു കത്ത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വാദിച്ചു, തന്റെ സഹോദരൻ അധികകാലം ജോലിയിൽ തുടരാൻ സാധ്യതയില്ല. അതുമല്ല, ഈ ലോകത്ത് അയാൾ ജീവിച്ചിരിക്കാനും സാധ്യതയില്ല. എന്ത് ചെയ്യാനാകും? The little Norwegian in Greenwich took a counsel with his wife. They sold their coffee shop, all they had in the world, and bought a round trip to Oslo with only a little to spare. A few days later, they saw their homeland. From the airfield, they hurried down the east bank of Oslo, fjord, to the stricken brother's house. It was just as they had been told. The brother was close to the jumping off place. ഉടനെ അയാൾക്കൊരു കത്ത് കിട്ടി. തന്റെ സഹോദരൻ ജീവിച്ചിരിക്കാനോ ജോലിയിൽ തുടരാനോ സാധ്യതയില്ല. കുള്ളൻ നോർവേക്കാരനെ ഭാര്യയുമായി ആലോചിച്ചു. തന്റെ ചായക്കടയും തനിക്കുള്ളതെല്ലാം, ഈ ലോകത്ത് തനിക്ക് ബാക്കിയുള്ളതെല്ലാം വിറ്റുപെറുക്കി അദ്ദേഹം യാത്ര തിരിച്ചു. ഏതാനും ദിവസത്തിനുള്ളിൽ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി. വിമാനത്താവളത്തിൽ നിന്നവർ നേരെ സഹോദരന്റെ വീട്ടിലേക്ക് അവരെ എത്തിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് അവർ നേരെ സഹോദരന്റെ വീട്ടിലേക്ക് തിരിച്ചു. കത്തിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ സഹോദരൻ അങ്ങേയറ്റത്ത് എത്തിയിരുന്നു. പക്ഷെ സഹോദരൻ മർക്കടമുഷ്ടി കാട്ടി അങ്ങേയറ്റത്ത് എത്തിയിരുന്നു. But brother was obstinate. The man from Greenwich told his AA story and retold it. He translated the 12 steps of AA and a small pamphlet he had brought along. But it was no use. Brother would have none of it. Said the travelers, how we came all the way to Oslo just for this. Our money will soon run out and we shall have to go back. Brother said nothing. So the Norwegian from Greenwich began to canvass the clergyman and some of the doctors in Oslo. They were polite but not interested. Much cast down, the AA and his wife made their plans to return to America. Then the impossible happened. Brother suddenly called out and said, tell me more about those anonymous alcoholics in America. Explain again their 12 steps to me. He sobered up almost at once and was able to watch his brother's plane take to the air for New York. He had got the message all right, but he was alone now. What could he do? ഉടനെ ഞങ്ങളുടെ പണം ഉടനെ തരും, ഞങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. പക്ഷേ സഹോദരൻ മർക്കടമുഷ്ടി കാട്ടി. ഗ്രീൻവിച്ചുകാരൻ അയാളുടെ എയിലെ കഥ അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു. അദ്ദേഹം എയുടെ 12 പടികൾ പരിഭാഷപ്പെടുത്തി കൊണ്ടുവന്ന ഒരു ലഘുലേഖയും അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷെ ഇതൊന്നും ഗുണം ചെയ്തില്ല. സഹോദരന് ഇതൊന്നും വേണ്ടായിരുന്നു. ഞാൻ എത്ര ദൂരം സഞ്ചരിച്ച് ഓസ്ലോയിൽ വന്നത് ഇതിനാണോ? യാത്രക്കാർ പറഞ്ഞു. സഹോദരൻ ഒന്നും പറഞ്ഞില്ല. അവൻ തുടർന്നു, ഞങ്ങളുടെ പണം ഉടനെ തീരും, ഞങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. ഗ്രീൻവിച്ചിൽ നിന്നുള്ള ഈ നോർവേക്കാരൻ ഓസ്ലോയിലെ ഡോക്ടർമാരുടെയും പുരോഹിതന്മാരുടെയും സഹായം തേടി. അവർ വളരെയധികം വിനയാന്വിതരായിരുന്നു. പക്ഷേ എയിൽ താല്പര്യം കാണിച്ചില്ല. ഏറെ നിരാശ തോന്നി. എയോടും അദ്ദേഹത്തിന് നിരാശ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ അമേരിക്കയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പിന്നീടാണ് അസാധ്യമായത് സംഭവിച്ചത്. പെട്ടെന്ന് സഹോദരൻ അവരെ വിളിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ടു, അമേരിക്കയിലെ ആൽക്കോളിക്സ് അനോണിമസിനെ കുറിച്ച് എന്നോട് കൂടുതൽ പറയൂ. 12 പടികൾ എന്നോട് വീണ്ടും വിശദീകരിക്കൂ. അയാൾ പെട്ടെന്ന് തന്നെ സുബോധവാനായി. തന്റെ സഹോദരൻ ന്യൂയോർക്കിലേക്ക് പറക്കുന്നത് അദ്ദേഹത്തിന് കാണാനായി. അദ്ദേഹത്തിന് സന്ദേശം ലഭിച്ചിരിക്കുന്നു, ശരിയല്ലേ? പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്കാണ്. ഇനി എന്ത് ചെയ്യാനാകും? The instant he got back to work, he started modest ads in his own newspaper, one every day for a month. Nothing happened until the very last day. Then the wife of one of Oslo's sidewalk florists wrote him a letter asking help for the husband. When the florist heard the story and studied the 12 steps, he too dried up. The two-men group continued the newspaper notice that AA had come to down. Soon they had a third sober member. Among others who followed was patients of Dr. Gordon
Jones, Oslo's leading psychiatrist. Dr. Johnson, a deeply religious man, at once saw the implications of AA's 12 steps and immediately threw the whole weight of his reputations behind the uncertain little group. 3 years later, Lewis and I looked through the customs gate of Oslo airport upon a large welcoming delegation. Very few words of English could they speak, but they didn't have to. We could see and feel that they had. On the way to the hotel, we learned that Norway already had hundreds of AIs now spread into many groups. It was unbelievable. Yet there they were. അപ്പോൾ ഇനി അദ്ദേഹം ഒറ്റയ്ക്കാണ്, എന്ത് ചെയ്യാനാകും? അയാൾ ജോലിയിൽ തിരിച്ചു പ്രവേശിച്ച ഉടനെ തന്നെ പത്രത്തിൽ ചെറു പരസ്യങ്ങൾ നൽകാൻ തുടങ്ങി. 1 മാസം തുടർച്ചയായി അദ്ദേഹം പരസ്യം നൽകി. അവസാന ദിവസം വരെ ഒന്നും സംഭവിച്ചില്ല. അവസാനം ഓസ്ട്രേലിയയിലെ ഒരു തോട്ടക്കാരന്റെ ഭാര്യ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. കഥകൾ കേൾക്കുകയും 12 പടികൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ തോട്ടക്കാരൻ സുബോധവാനായി. ആ 2 പേരുടെ ഗ്രൂപ്പ് നഗരത്തിൽ എത്തിക്കുന്നതിനായി പത്രത്തിൽ വീണ്ടും ചെറു പരസ്യങ്ങൾ നൽകി. താമസിയാതെ മൂന്നാമതൊരാളെ അവർക്ക് ലഭിച്ചു. പിന്നീട് വന്നവരുടെ കൂട്ടത്തിൽ ഓസ്ലോയിലെ മനോരോഗ വിദഗ്ധനായ ഡോക്ടർ ജോർദാൻ ജോൺസന്റെ ഒരു രോഗിയും ഉണ്ടായിരുന്നു. തികഞ്ഞ വിശ്വാസിയായിരുന്ന ഡോക്ടർ ജോൺസൺ എയുടെ 12 പടികളുടെ പ്രയോഗം മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ തന്റെ പ്രസ്തുത ചെറു ഗ്രൂപ്പിന് വേണ്ടി ഉപേക്ഷിക്കുകയും ചെയ്തു. 3 വർഷങ്ങൾക്ക് ശേഷം ലൂയിസിനും എനിക്കും ഓസ്ലോ വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അവർക്കധികം ഇംഗ്ലീഷ് വശമില്ലായിരുന്നു. അവർ പറയാതെ പറഞ്ഞു. അതവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഞങ്ങൾക്കും കാണാനായി, അനുഭവിക്കാനായി. ഹോട്ടലിലേക്കുള്ള യാത്രാമധ്യേ ഞങ്ങൾക്ക് കേൾക്കാനായി. നോർവേയിൽ ഇന്ന് അനവധി ഗ്രൂപ്പുകളായി 100 കണക്കിന് അംഗങ്ങളുണ്ട്. അവിശ്വസനീയമായിരുന്നു, പക്ഷേ അവർ അവിടെയുണ്ട്. വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ നോർവീജിയൻ ഫ്രം ഗ്രീൻവിച്ച്? He came home and somehow started another coffee shop. 4 years later, he suffered a heart attack and died, but not before he had seen a grow great in Norway. അപ്പോൾ ഗ്രീൻവിച്ചിൽ നിന്നുള്ള ചെറിയ നോർവീജിയൻകാരന് എന്താണ് സംഭവിച്ചത്? അയാൾ എങ്ങനെയോ തിരികെ എത്തി, മറ്റൊരു ചായക്കട തുടങ്ങി. 4 വർഷങ്ങൾക്ക് ശേഷം ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു. എയുടെ നോർവേയിലെ വളർച്ച അതിനു മുമ്പ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ദർശിച്ചു. One more word about Norway. Quite unknown to the rest of the country, a group had sprung up in Bergen at about the same time that Oslo got underway. Hans, such a Scandinavian American, had returned to his hometown with an AA book. Having perfect command of English, he could translate into Norwegian as he read aloud to a tiny band of alcoholists that he had somehow gathered about him. With the benefit of this auspicious beginning, several laid hold of sobriety and thereafter spread the message in the city to such good effect that Bergen today can point to 16 AA groups as the remarkable result. അപ്പോൾ നോർവേയെ കുറിച്ച് ഒരു വാക്കുകൂടി. രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ തീരെ അറിയപ്പെടാതിരുന്ന ഒരു ഗ്രൂപ്പ് ബെർഗാനിൽ ഉണ്ടായിരുന്നു. അതായത് ഓസ്ലോയിൽ ഗ്രൂപ്പ് ആരംഭിച്ച കാലത്ത് തന്നെ ഹാൻസ് സച്ച് എന്ന സ്കാൻഡിനേവിയൻ അമേരിക്കൻ സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തിയത് ഒരു ബുക്കുമായിട്ടാണ്. നന്നായി ഇംഗ്ലീഷ് അറിയാമായിരുന്ന അദ്ദേഹം നോർവീജിയൻ ഭാഷയിലേക്ക് അത് പരിഭാഷപ്പെടുത്തി ചെറു ഗ്രൂപ്പിൽ ഉച്ചത്തിൽ വായിച്ചു കേൾപ്പിച്ചു. ശുഭകരമായ തുടക്കത്തെ തുടർന്ന് ധാരാളം പേർ സുബോധവാന്മാരായി. അതോടെ നഗരത്തിൽ സന്ദേശം പരക്കുകയും തൽഫലമായി ഇപ്പോൾ ബെർഗനിൽ 16ഓളം ഗ്രൂപ്പുകൾ നടക്കുന്നുണ്ട്. At many other convention meetings, the panorama of AA in action today was unfolded. AA clubs, now numbered by the hundreds, had their problems aired and their assets and liabilities weighed. അപ്പോൾ കൺവെൻഷനിലെ മറ്റ് മീറ്റിങ്ങുകളിൽ എയുടെ പ്രവർത്തനങ്ങൾ തുറന്നു കാണാം. 100 കണക്കിനായ AA ക്ലബ്ബുകളിലെ പ്രശ്നങ്ങൾ, അവരുടെ സ്വത്തുക്കളും ബാധ്യതകളും ആതുരാലയങ്ങളിലും ജയിലുകളിലും കഴിയുന്നത്ര നമ്മുടെ സഹോദരിമാർക്ക് അവിടെ വെച്ചും അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷവും എന്ത് ചെയ്യാനാവുന്ന കാര്യത്തിൽ നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഒരു മുന്നേറ്റം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ബാക്കി ഭാഗം അടുത്ത ആഴ്ച വായിക്കാം. കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. താങ്ക് യു. താങ്ക് യു ശിവചേട്ടാ. താങ്ക് യു.